രാവണേശ്വരം വള്ളിവാണിയ തറവാട് ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും നടന്നു. അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. രാവണേശ്വരം വള്ളിവാണിയ തറവാട് ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. എൻവയോൺമെന്റൽ സയൻസിൽ PhD നേടിയ ഡോക്ടർ അഞ്ജലി നാരായണൻ ബേത്തലം ബന്തെടുക്ക ഡ്രിപ്പ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച നാഷണൽ ഫെഡറേഷൻ കപ്പിൽ സിൽവർ മെഡൽ നേടിയ അഭിനവ് SLC +2 LSS NMMS തുടങ്ങിയ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. എല്ലാ അനുഗ്രഹങ്ങളും ഈ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് അവർക്ക് ഭാവിയിലുള്ള പഠനത്തിന് അവർക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും തുടർന്നങ്ങോട്ട് നമ്മുടെ പൈതൃകവും നമ്മുടെ തറവാടിന്റെ മഹിമയും പാരമ്പര്യമായിട്ട് അവർക്ക് ലഭ്യമാകട്ടെ. ഇനി തലമുറ കൈമാറി ഈ തറവാടിന്റെ വള്ളിവാണി തറവാടിന്റെ മഹത്വം അവരിലൂടെ ജനറൽ ബോഡി യോഗത്തിലും കുടുംബ സംഗമത്തിലും വെച്ച് തറവാട്ടിൽ നടന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവ ചടങ്ങിന്റെയും തറവാട് നിർമ്മാണത്തിന്റെയും വരവ് ചിലവ് കണക്ക് അവതരിപ്പിക്കലും കമ്മിറ്റി പിരിച്ചുവിടലും നടന്നു. മുതിർന്ന തറവാട്ടംഗം കുഞ്ഞമ്മ ബേപ്പ ഭദ്രദീപം കൊളുത്തി. തറവാട് സെക്രട്ടറി കൃഷ്ണൻ മാസ്റ്റർ കാഞ്ഞങ്ങാട് പരിപാടികൾ വിശദീകരിച്ചു. ചെയർമാൻ നവീൻ കുമാർ മുതിയക്കാൽ അധ്യക്ഷത വഹിച്ചു. ഗൾഫ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ കുണ്ടംകുഴി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. തറവാടിന്റെ പുതിയ കമ്മിറ്റി ഭാരവാഹികളായി ബാലചന്ദ്രൻ ബേപ്പിനെ പ്രസിഡന്റായും, കൃഷ്ണൻ മാസ്റ്റർ കാഞ്ഞങ്ങാടിനെ സെക്രട്ടറിയായും, പവിത്രൻ നമ്പിടിപ്പള്ളത്തെ ട്രഷററായും, മുരളീധരൻ ചിത്താരി, അജിത് കിക്കാനം എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, രാജൻ കണിങ്ങോത്ത്, ഉണ്ണികൃഷ്ണൻ അപ്പാട്ടിവളപ്പ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. വനിതാ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റായി അനിത പള്ളോട്ട്, സെക്രട്ടറിയായി സാവിത്രി ബാര, ട്രഷററായി രാഗിണി എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.